എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയെക്കുറിച്ച് പറയുകയായിരുന്നു. നോക്കൂ, നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പഠിക്കുന്നതെങ്കിലും നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലെ ഒരു സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള പഠനങ്ങളാണ് ഇപ്പോൾ ഏത് വിഷയമായാലും ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലുറപ്പുള്ള പാഠഭാഗങ്ങളാണ് നമുക്കുണ്ടാകുക. അപ്പോൾ ഇനിയും തുടർന്ന് പോകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത വരുത്തി കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു അടിത്തറ ഈ 10ാം ക്ലാസ് കഴിഞ്ഞു പോകുന്നതോടുകൂടി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പഠന സമ്പ്രദായത്തിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്കറിയാം, നേരത്തെ ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഈ +1 പഠിക്കാൻ പോകുമ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് പഠിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കണക്ക്, സെക്കൻഡ് ഗ്രൂപ്പ് പറയുമ്പോൾ സയൻസ്, അങ്ങനെ വ്യത്യസ്തതകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു പലതരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് പഠിക്കുവാനുള്ള ഒരു സാഹചര്യം, ആ ഗ്രൂപ്പിലുള്ളത് മാത്രം പഠിക്കേണ്ട, വളരെ കുറച്ച് വിഷയങ്ങൾ പഠിക്കേണ്ട, അപ്പോൾ അത് ആഴത്തിൽ പഠിക്കേണ്ടി വരും. അങ്ങനെ പഠിക്കേണ്ട ഒരു അവസരം വന്നു ചേരുകയാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ്സോട് കൂടിയിട്ട് എല്ലാ വിഷയങ്ങളും ഒരു ബേസ്മെൻറ്റ്, അടിത്തറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ മാർഗം അവലംബിക്കുന്ന പാഠങ്ങളാണ് ഇതൊക്കെ നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് വിഷയമായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളം അതിൽ പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മലയാള ഭാഷ പഠിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനപ്പുറത്ത് സാഹിത്യം എന്താണെന്ന് വളരെ ശക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള പാഠങ്ങളാണ് കുറച്ചുകൂടി ഗൗരവത്തിലായിട്ട് ഇനി ഇങ്ങനെ തുടർന്ന് പോകുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ അത്ര വലിയ ഒരു ഇതുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടി 9ലെത്തിയപ്പോൾ, 9ാം സ്റ്റാൻഡേർഡിലെത്തിയപ്പോൾ പാഠഭാഗങ്ങൾക്കും അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡായി. 10ാം ക്ലാസ്സിലെത്തുമ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ്. അതുകൊണ്ടാണ് OV വിജയനെ പോലുള്ള ഒരാളുടെ കഥയൊക്കെ നമുക്ക് പഠിക്കാനായി തന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഈ ഒരു ആധുനിക കഥാകൃത്തുക്കളുടെ കാര്യത്തിൽ എത്രമാത്രം പഠിച്ചാലും എത്രമാത്രം ലേഖനങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നറിയോ. OV വിജയനെ കുറിച്ചൊക്കെ എത്രമാത്രം പഠനങ്ങളാണ്, ലേഖനങ്ങളാണ് ഉണ്ടായതെന്നൊരു കയ്യും കണക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കഥ നിങ്ങൾക്ക് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ തരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പഠനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇനി കൂടുതൽ സാഹിത്യ സമ്പ്രദായങ്ങളിലേക്ക് കയറി പോകാനുള്ള വലിയ ഒരു വാതിൽ തുറന്നിട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പഠനം അതിനനുസരിച്ച് വളരെ ഭംഗിയുള്ളതാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെയൊക്കെ ഇപ്പോൾ ഈ മുത്തശ്ശി കഥകളൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ കഥകളൊക്കെ പഠിക്കുമ്പോൾ അതിങ്ങനെ വായിച്ചു പോവുക, രാജകുമാരനും രാജാവും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞു പോവുക, മനുഷ്യൻ്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുക, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മൾ സാഹിത്യം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളറകളിലേക്ക് ഇങ്ങനെ ചുഴിഞ്ഞിറങ്ങുന്ന ഒന്നാണ് സാഹിത്യം എന്ന് പറയുന്നത്. അതിങ്ങനെ ആ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുഴിഞ്ഞിറങ്ങ്, അത് പിന്നെ ആ ഒരു പ്രത്യേകത സാഹിത്യത്തിനുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചുഴിഞ്ഞിറങ്ങൽ നമുക്ക് ഈ പാഠഭാഗങ്ങളിലൊക്കെ, ഈ കഥയായാലും കവിതയായാലും, ഇപ്പം നമ്മൾ നളിനി പഠിച്ചില്ലേ, നളിനിയിലൊക്കെ എന്തായിരുന്നു ആ ദിവാകരനും നളിനിയും തമ്മിൽ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞതും കണ്ടാൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതൊക്കെ ആയിരുന്നു അതിൻ്റെ ഉപരിപ്ലവമായിട്ട് മേളിൽ കണ്ട ഒരർത്ഥം. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തെല്ലാം ഗൗരവതരമായ അർത്ഥമാണ് കിട്ടിയത്. അങ്ങനെ ഉള്ളിലേക്ക് തുറന്നിറങ്ങാൻ കഴിയുന്ന, അപ്പോൾ വലിയ അത്ഭുതകരമായ ലോകം കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇനിയുള്ള സാഹിത്യത്തിനൊക്കെ ഉണ്ടാകുക, നമ്മുടെ പാഠങ്ങൾക്കൊക്കെ ഉണ്ടാകുക. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ആ പാഠങ്ങൾ പഠിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഗൗരവം കൂടി നിങ്ങൾ കൊടുക്കണം. അത്ര നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം, അത്രേ വേണ്ടൂ. ഈ ശ്രദ്ധയോട് കൂടിയിട്ട് ഇതൊക്കെ പഠിക്കുകയും വെറുതെ അലസമായിട്ട് നമ്മളിങ്ങനെ ഒരു ചായ കുടിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട്, ചായ കുടിക്കുമ്പോൾ പോലും നാവ് പൊള്ളുന്നുണ്ടോ, കിട്ടിയ ചായക്ക് ചൂട് അധികം ഉണ്ടോ എന്നൊക്കെ ആദ്യം ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ ആ ചായ കുടിക്കുന്ന, പക്ഷെ ചായ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ എങ്ങനെ കുടിക്കാൻ കഴിയും, അതിന് അത്ര പ്രാധാന്യം കൊടുത്താൽ മതി, അത്രയും ശ്രദ്ധിച്ചാൽ മതിയായി, അതങ്ങനെ താനേ നടന്നു പോയിക്കോളും. പക്ഷേ ഇവിടെ നമ്മൾ ഗൗരവത്തിൽ കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. ഗൗരവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്രയും ആഴത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയത്തക്ക രീതിയിൽ ഈ സാഹിത്യത്തിൽ കഴമ്പുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ കാണണമെങ്കിൽ നന്നായിട്ട് അതിനുള്ളിലേക്ക് ഇറങ്ങുവാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവണം. അതാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും പഠിച്ചുണ്ടാക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ 10ാം തരം 10th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അതാണ്.
അപ്പോൾ ആ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള പാഠങ്ങളാണ് ഇന്ന് തന്നിട്ടുള്ളത്. അതാണ് ഇതൊക്കെ എന്നൊന്ന് മനസ്സിലാക്കണം. ശരി, ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ കടൽ തീരത്ത് പോലുള്ളൊരു കഥ വളരെ അധികം ഇങ്ങനെ ഒരു ചെറുകഥ വായിക്കുന്ന ആ ലാഘവത്തോടു കൂടി പോരുത്. അത് നമ്മൾ നളിനിയിലൊക്കെ കണ്ടതാണ്. ഇനിയുള്ള പാഠങ്ങളിൽ ഇനി നമുക്ക് വരാൻ പോകുന്ന ഭാരത പര്യടനമായാലും നളചരിതം ആട്ടക്കഥയായാലും ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. നന്നായിട്ട് നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചാൽ വളരെയധികം രസകരമായിട്ട് അല്ലേ. നമ്മളൊരു നാളികേരം, കടമനിട്ടയുടെ തേങ്ങ എന്ന് പറയുന്നൊരു കവിതയുണ്ട്. അല്ലല്ല എവിടുന്ന് വന്നീ തേങ്ങ, ഈ പൊതിയാ തേങ്ങ, ഇത് പൊളിക്കാൻ നട്ടല്ലോ ബലിക്കല്ലോ വെട്ടുകത്തിയോ പാരയോ ഒന്നുമില്ലെങ്കിൽ ആരാൻ്റെ തലയെങ്കിലും വേണം. തേങ്ങ പൊളിക്കാൻ ഇതൊക്കെ എന്തെങ്കിലും ഉപകരണങ്ങൾ വേണം. അത് വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ ചകിരി മാന്തി പൊളിച്ച് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വളരെ പ്രയാസപ്പെട്ട് ഇതിൻ്റെ ചകിരിയൊക്കെ മാന്തി പൊളിച്ചെടുക്കുമ്പോഴാണ് അതിലും കഠിനതയുള്ള ചിരട്ടയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ എന്നിട്ടും ആശപ്പെടരുത്, പിന്നെയും ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയണം. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് അവസാനം അത് പൊട്ടിക്കിട്ടുമ്പോഴാണ്, അത് പൊട്ടിച്ച് എടുക്കുമ്പോഴാണ് അതിൽ മനോഹരമായി മധുരമുള്ള കാമ്പും മനോഹരമായ ജലവും ഇളനീരും അല്ലെങ്കിൽ തേങ്ങയുടെ വെള്ളവും ഉണ്ടാകുക. അപ്പോൾ നാളികേരം എന്ന് പറയുന്നത് ഒരു നാളികേര പാകമാണ് സാഹിത്യമൊക്കെ. അതിങ്ങനെ പൊളിച്ച് നമ്മൾ എടുക്കണം. പൊളിക്കുമ്പോൾ നമുക്ക് ഒരു എഫർട്ട് വരുമെങ്കിലും അത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ആനന്ദം അല്ലേ. നമ്മളൊരു ജോലി ചെയ്തിട്ട് നമുക്ക് കിട്ടുക, നമ്മൾ നന്നായിട്ട് പഠിച്ചു എന്നിട്ട് നമുക്ക് ഫുൾ A+ കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ആനന്ദം ഉണ്ടാവില്ലേ. അതുപോലെ ഈ നാളികേരം പൊളിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദം, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കത് കിട്ടുമ്പോൾ അതുപോലെ ഒരു ആനന്ദം ഇത് മനസ്സിലാക്കുമ്പോൾ ഇത് പഠിച്ചു വരുമ്പോഴും ഉണ്ടാവും. അങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. അപ്പോൾ അതിന് ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇതൊക്കെ വളരെ യാന്ത്രികമായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ 2 തരത്തിലാണ് നമ്മൾ ഈ കടൽ തീരത്ത് എന്ന കഥയെ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഈ കടൽ തീരത്ത് എന്ന് പറയുന്ന കഥയുടെ ഒരു വായന ഇട്ട് തന്നിരുന്നു ഒരു വീഡിയോ ആയിട്ട്. അപ്പോൾ അതല്ലെങ്കിലും നിങ്ങൾ ഈ പാഠപുസ്തകം വായിക്കണം. പാഠപുസ്തകം 1-2 തവണ വായിക്കാതെ അതൊന്നും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല, അവിടെ ചിലരോട് ചോദിച്ചാൽ നീ എന്തേ വായിക്കാഞ്ഞു, അല്ലെങ്കിൽ നീ എന്താ വീഡിയോ കാണാഞ്ഞു, ക്ലാസ് എന്തേ കാണാഞ്ഞു ചോദിച്ചാൽ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വേറെ കുറേ പഠിക്കാനുണ്ടായിരുന്നു. ഉണ്ടാവും, അതൊക്കെ പഠിക്കാൻ ട്യൂഷന് പോകുന്നവർക്ക് കൂടി ഉണ്ടാവും. അതിനും കൂടി തയ്യാറായിട്ടല്ലേ പോയത്. അതല്ലെങ്കിൽ വേറെ കുറേ പഠിക്കാനുണ്ടായിരുന്നു, ഉണ്ടാവും 8-9 വിഷയങ്ങളിൽ, അതൊക്കെ ഉണ്ടാവും. അത് കരുതിയിട്ട് ഇപ്പം ഒഴിവാക്കലാണോ? അല്ല, കൂടുതൽ സമയം കണ്ടെത്തിയിട്ട് എന്നിട്ട് എത്ര സമയമാണ് പഠിക്കാറുള്ളത് ചോദിച്ചാൽ 3, 4, 2 മണിക്കൂറൊക്കെയാണ്. എപ്പോഴാണ് പഠിക്കുക? 7 മണിക്ക്, രാത്രി 7 മണിക്ക്. എത്ര വരെ പഠിക്കും? ഞങ്ങൾ 9 മണി വരെ പഠിക്കും, അല്ലെങ്കിൽ 10 മണി വരെ പഠിക്കും. അപ്പോൾ 7 മുതൽ 10 വരെ എത്രയായി? 3 മണിക്കൂറായി. ഇനി പഠിക്കാനിരിക്കുന്ന സമയം എന്നാലോചിച്ച് നോക്കൂ. 3 മണിക്കൂർ ഇരിക്കുന്ന ഒരു മനുഷ്യന് 3 മണിക്കൂർ ഫുൾ ടൈം അതിൽ എൻഗേജ്ഡ് ആവാൻ കഴിയുമോ? അതല്ലെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധിച്ച് പഠിക്കാൻ കഴിയുമോ? കഴിയൂല. അതിൻ്റെ ഇടയ്ക്ക് ചിന്തകളിലൊക്കെ പോയി, മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ്, ചിന്തകൾ ഏതിലൊക്കെ പാറിപ്പോവും. പഠിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തകൾ പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ എല്ലാ സമയത്തും ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണോ നമ്മൾ ഇരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടാണോ നമ്മൾ ഇരിക്കുന്നത്? അല്ല. അപ്പോൾ ഈ 3 മണിക്കൂർ പഠിക്കാനിരിക്കേണ്ടത് പറഞ്ഞിട്ട് കാര്യമല്ല, അതിൽ വളരെ കുറച്ച് സമയം കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ 3 മണിക്കൂർ തന്നെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരാൾക്ക് എന്ത് പഠിക്കാൻ കഴിയും? അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ കാണുക, നന്നായിട്ടുള്ള സമയം വിനിയോഗിക്കുക. അങ്ങനെ ആ സമയം വിനിയോഗിച്ചതിന് ശേഷം പഠിക്കുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. അത്രയും അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സമയമില്ല എന്ന് പറയരുത്, സമയം ഉണ്ടാവും. കാരണം നമ്മൾ വെറുതെ കുറേ സമയം വേസ്റ്റാക്കി കളയുന്നുണ്ട് ഇല്ലേ. നമ്മൾ എത്രയോ സമയം കളയുന്നുണ്ട്. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ 2, 3, 4 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 5-8 മണിക്കൂറുകൾ നമ്മൾ ഉറങ്ങുന്നു. 2-3 മണിക്കൂർ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഞാൻ ആ നോട്ട് പുസ്തകം നോക്കാൻ വന്നപ്പോൾ എല്ലാവരോടും പറഞ്ഞിരുന്നതാണ്, നിങ്ങൾക്ക് സമയമില്ല എന്ന് നിങ്ങൾ വെറുതെ പറയുക. 10 മണിക്കൂർ എന്തായാലും 8-9 മണിക്കൂർ വളരെ ഫ്രീ ആയിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. 2-3 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. ഒരു 2-3 മണിക്കൂർ പിന്നെ നമുക്ക് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ കൂടി വേണം. അപ്പോൾ 5-6 മണിക്കൂർ, 6 മണിക്കൂറും പിന്നെ ഒരു 8 മണിക്കൂർ ഉറങ്ങാൻ. അതിൽ കൂടുതലൊന്നും ഉറങ്ങരുത്. അപ്പോൾ അങ്ങനെ ഒരു 5-6 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങിയാൽ തന്നെ നല്ല ഉറക്കം കിട്ടും. അത് വളരെ കുറച്ച് ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ ഉറങ്ങുന്ന സമയം നല്ല ഡെപ്തിലായിരിക്കും, നല്ല ഉറക്കം കിട്ടും. അങ്ങനെയൊക്കെ മതി സത്യത്തിൽ. ഇനിയിപ്പോൾ 8 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ 8 ഓറും 14 മണിക്കൂറേ ഉള്ളൂ, ബാക്കി സമയം മുഴുവൻ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പഠിച്ചിട്ട് ഉണ്ടാക്കണം. അല്ല വെറുതെ സമയം കളഞ്ഞാൽ നമ്മൾ ഫോണിൽ എത്രയൊക്കെ സമയം കളയുന്നുണ്ടാവുമെന്ന് അന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും ഇല്ലെങ്കിലും ഒരുപാട് ആളുകൾ അങ്ങനെയൊക്കെ സമയം കളയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നോക്കാൻ തയ്യാറായാലേ. അപ്പോൾ വീഡിയോ ക്ലാസ്സുകൾ കാണാതെയും പാഠങ്ങൾ പഠിക്കാതെയും എവിടെ എത്തില്ല. അതിന് പിന്നെ എന്നെ പറയരുത്. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ പിന്നാലെ കൂടണം, എന്നാൽ തന്നെ കിട്ടുള്ളൂ. A+ കിട്ടണം, അതിൽ കുറഞ്ഞൊന്നും ചിന്തിക്കരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഈ കടൽ തീരത്ത് എന്നുള്ള കഥ,
അത് നമ്മൾ ആ പാഠപുസ്തകം വായിക്കണം. കാരണം ഈ വീഡിയോ ക്ലാസ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ച് ഇതിങ്ങനെ ഇവിടുന്ന് വായിച്ചു തരാൻ യാതൊരു നിവൃത്തിയില്ല. നിങ്ങൾ ആ പാഠപുസ്തകത്തിലെ ആ കഥ മുഴുവനായിട്ട് വായിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ വിശകലനം കേൾക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല എന്നേ, ഉറപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് വേണം ഈ വിശദീകരണത്തിലേക്ക് കഥ മനസ്സിലാവാത്ത ഒരാൾക്ക് വിശദീകരണം കേട്ടാൽ പിന്നെ മനസ്സിലാവുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഭാഷ കേട്ടാൽ അങ്ങനെ ഉണ്ടാവും. ഒരാൾ നമ്മളോട് ഫ്രഞ്ചിൽ ഇങ്ങനെ കുറേ സംസാരിക്കുക, നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മളത് പഠിച്ചെങ്കിലേ, നമ്മൾ ആ ഫ്രഞ്ച് ഭാഷ മനസ്സിലാക്കാനുള്ള ശേഷി നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്തെങ്കിലേ നമുക്ക് ആ ഭാഷയിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. അതുപോലെ ഈ പാഠം ഈ കഥ ഒന്ന് വായിക്കണം. വായിച്ചാലേ പിന്നെ അതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ശരി, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ കടൽ തീരത്ത് എന്ന് പറയുന്ന ഒരു കഥ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവസാനം പാഠം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ കഥ തീരുമ്പോൾ നമുക്ക് ഈ കടൽ തീരത്ത് എന്ന് പറയുന്ന ആ ഒരു തലക്കെട്ട്, ഈ കഥയ്ക്ക് പേര് കൊടുത്തത് എത്രമാത്രം മനോഹരമായിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുകയും ചർച്ച ചെയ്യുകയും വേണം. അപ്പോൾ അതൊരു വർക്കായിട്ടിരിക്കട്ടെ കേട്ടോ. ഈ കടൽ തീരത്ത് എന്ന് പറയുന്ന ഒരു കഥ ഈ കഥയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം മനോഹരമാണ് എന്ന് മനസ്സിലാക്കുക. ശരി, അപ്പോൾ വെള്ളായ്യപ്പൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഞാൻ കുറച്ച് ഇന്നാൾ പറഞ്ഞിരുന്നു. അതായത് വെള്ളായ്യപ്പൻ എന്ന് പറയുന്നൊരു കഥാപാത്രം കണ്ണൂരിലേക്ക് പോവുകയാണ്, തീവണ്ടിയിൽ പോവുകയാണ്. പാഴുതറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന്, അത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു ഗ്രാമമാണ്. ആ പാഴുതറ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം കണ്ണൂരിലേക്ക് പോവുകയാണ്. തീവണ്ടിയിലാണ് പോകുന്നത്. തീവണ്ടിയിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ സെൻട്രൽ ജയിലിൽ, കണ്ണൂരാണ് ഒരു സെൻട്രൽ ജയിലുള്ളത്, അതിപ്പോഴും അവിടെ തന്നെയാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ, വലിയ ജയിൽ. അതുപോലെ തന്നെ മറ്റൊന്ന് തിരുവനന്തപുരത്തുമാണ്. അപ്പോൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൻ്റെ മകനെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. ആ തൂക്കിക്കൊല്ലുന്ന ആ മകനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളായ്യപ്പൻ പോകുന്നത്. അവിടെ ചെല്ലുന്നു. അദ്ദേഹം അവിടെ നിയമത്തിൻ്റെ ആ പഴുതു അനുസരിച്ച് അദ്ദേഹം മകനെ കാണുന്നു. മകനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ തന്നെ മടങ്ങിപ്പോരാനുള്ള സമയമായി. അലോട്ടഡ് ടൈം, അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു. അദ്ദേഹം പോകുന്നു. എന്നിട്ട് ആ ജയിലിൻ്റെ പുറത്ത് അദ്ദേഹം ഇങ്ങനെ ആ രാത്രി മുഴുവൻ നേരം വെളുപ്പിച്ചിരുന്നു. രാവിലെയാണ് ഈ മകനെ തൂക്കിക്കൊല്ലുക. ആ അപ്പൻ്റെ എന്തൊരു സങ്കീർണമായ മനസ്സായിരിക്കും ആലോചിക്കുക. ഓരോ സെക്കൻഡ് കഴിയും തോറും ഇനി എൻ്റെ മകൻ്റെ മരണം അടുത്തു വരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുന്നതിന് കാരണം എന്താണ്? നമുക്കൊക്കെ മരണം എപ്പോഴാണെന്ന് അറിയില്ല അല്ലേ? അതെങ്ങാനും നേരത്തെ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പോൾ ജനന തീയതി എന്ന് പറയുന്നത് പോലെ ഒരു മരണ തീയതിയും കൂടി നമുക്കുണ്ടായിരുന്നെങ്കിലോ, ആ തീയതി വരുന്നതിന് മുമ്പേ നമ്മൾ പേടിച്ച് മരിച്ചേനെ അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തീയതി ഇല്ല നമുക്ക്. ഇവിടെ ഈ മകനെ ഇങ്ങനെ കൃത്യമായിട്ട് ഇന്ന സമയത്ത് മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ ജീവിതം എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അങ്ങനെ പിന്നെയുള്ള ഒരു മകൻ്റെ അപ്പനായിട്ട് പുറത്തിരിക്കുകയാണ്. പിറ്റേന്ന് മകനെ തൂക്കിക്കൊന്നു. ആ നിയോഗം പൂർത്തിയാക്കിയിട്ട് ഇങ്ങനെ അവനവിടുന്ന് കാരണവരെ ശവം കൊണ്ടുപോയിക്കോളൂ എന്നിട്ട് ശവം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇതിനെ ദഹിപ്പിക്കാം, അല്ലെങ്കിൽ കുഴിച്ചിടാം, നിങ്ങളുടെ ആചാരപ്രകാരമൊക്കെ ചെയ്യാം എന്നൊക്കെ ജയിലധികൃതർ പറഞ്ഞു. അതൊക്കെ മതത്തിൻ്റെ ചടങ്ങുകൾക്കനുസരിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസയില്ല, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് സാധാരണ അനാഥമായ ശവങ്ങൾ എങ്ങനെ ചെയ്യുന്നുവോ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ശവ സംസ്കാരം കുഴി വെട്ടിയിട്ട് മൂടി പോരുക എന്നുള്ളതാണ്. വേറെ ചടങ്ങുകളൊന്നുമില്ല. അതൊരു വണ്ടിയിൽ വെച്ചിട്ട്, ഒരു ഉന്തു വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോയി ഇങ്ങനെ പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് അതിനെ അവിടെ പിന്നെ സംസ്കാരം നടത്തിയിട്ട് തിരിച്ചു പോയുള്ള അയ്യപ്പനും ഇങ്ങനെ ഒപ്പം പോയി കൊടുത്തു. അല്ലാതെ എന്താ ചെയ്യുന്നത്? അങ്ങനെ പോയി അദ്ദേഹം അതെല്ലാം കഴിഞ്ഞ് ജയിലുകാർ തിരിച്ചു പോയി. ഉടനെ തന്നെ കഴിഞ്ഞു കൂടുമ്പോൾ തിരിച്ചു പോയപ്പോൾ ഇദ്ദേഹം കടൽ തീരത്തേക്ക് പോവുകയാണ്. ഒരു കടൽ തീരത്ത് പോയിട്ട്, അതാണ് ഈ കഥയുടെ കടൽ എന്ന് പറയുന്നത് വലിയ അനന്തമായ പിന്നെ തിര എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന അറ്റം കാണാൻ കഴിയാത്ത ഒന്നാണ്. ഇതുപോലെയല്ലേ ജീവിതം എന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യൻ്റെ മനസ്സും ഇങ്ങനെ തന്നെയാണ്. ഈ കടൽ തിരകളെ പോലെ എപ്പോഴും അത് പ്രക്ഷുബ്ധമായി, ചിന്തകളാണ് ഈ കടൽ തിരകൾ എന്ന് പറയുന്നത്. അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ വ്രണിത ഹൃദയവുമായിട്ട് എന്തെല്ലാം നെരിപ്പോടുകളാണ്, എന്തെല്ലാം തീയാണ് ആ അച്ഛൻ്റെ നെഞ്ചിലുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള ആ അപ്പൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വിരസമായിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത ഒരപ്പൻ അങ്ങനെ ഇരിക്കുകയാണ്. ആ ദുഃഖഭാരവും പേറിയിരിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ ഭാര്യ കോടച്ചി, അവളുടെ പേരാണ് കോടച്ചി എന്ന് പറയുന്ന തൻ്റെ ഭാര്യ, ഇങ്ങോട്ടുള്ള യാത്രയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊതിച്ചോറ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് കഴിക്കാൻ തോന്നിയില്ല. കാരണം മരിക്കാൻ പോകുന്ന മകനെ കാണാനാണ് പോകുന്നത്, പിന്നെ എന്ത് ജീവിതമാണ് തനിക്കുള്ളത്? അങ്ങനെയുള്ള അദ്ദേഹം അപ്പോഴാണ് ശ്രദ്ധിച്ചത് തൻ്റെ കയ്യിൽ ഇപ്പോഴും അതിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ചിട്ട് അത് പിന്നെ കേട് വന്നിരുന്നു. അപ്പോഴേക്ക് തലേന്ന് രാവിലെ
ഉണ്ടാക്കി കൊടുത്ത ചോറാണ്. ഇന്നിപ്പോൾ മകൻ്റെ തൂക്കിക്കൊലയും കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇത്രയും സമയമായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ആ ചോറ് എന്ത് ചെയ്തു, ഇങ്ങനെ കാക്കകൾക്ക് വേണ്ടി നിലത്തേക്ക് എറിഞ്ഞു എന്നാണ് പറഞ്ഞത്. കാക്കകൾ അതൊക്കെ കൊത്തിത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ ബലിച്ചോറായിട്ട് അത് മാറുകയാണ്. അത് ആ അപ്പന് കഴിക്കാൻ വേണ്ടി കൊടുന്ന ചോറ് ഒരു ബലിച്ചോറായി മാറുകയാണ്. കാരണം ബലി ഇട്ട് കഴിഞ്ഞാൽ ഹൈന്ദവ പുരാണത്തിലെ പ്രകാരം ഇവിടെ ഈ വെള്ളായിയപ്പൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണല്ലോ. അതുകൊണ്ട് പേരുകൊണ്ട് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ആ കാക്കകൾ തിന്നുക, ബലി ഊട്ടിയുന്ന ചോറുകളൊക്കെ ഇങ്ങനെ കാക്കകൾ കൊണ്ടുവന്നിട്ട് കാക്കകൾ വന്ന് തിന്നാൽ അത് ആത്മാക്കളാണ് കാക്കകളായിട്ട് വന്നത് എന്നൊരു സങ്കല്പമുണ്ട്. അതുപോലെ തൻ്റെ മകൻ്റെ ആത്മാവ് ആയി കാക്കകൾ വന്നിട്ട് അതങ്ങനെ തിന്നു എന്നുള്ള അവിടെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് കഥയുടെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. എന്നാൽ ഇനി ഈ കഥയുടെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കുക. കഥയുടെ ഉള്ളിലേക്ക് നിങ്ങൾ ആ ടെക്സ്റ്റ് പുസ്തകത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുക. അവിടെ ആദ്യ ഭാഗത്ത് നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്, കഴിയില്ല. കാരണം ഇങ്ങനത്തെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ മുഴുവൻ നമുക്ക് നിങ്ങൾ കഥ വായിക്കണം. എന്നിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് കൂടിയോ നിങ്ങളുടെ കയ്യിലൊപ്പം ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ നോക്കണം. ആദ്യ ഭാഗത്ത് എന്താ പറയുന്നത്, വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ടനിലവിളി ഉയർന്നിരുന്നു. കണ്ടോ, ആ ഒരു കഥയുടെ സൗന്ദര്യം കൂടി അതിൽ കാണണം. നമ്മളെപ്പോഴും ഏതൊക്കെ തീം പഠിച്ചാലും അത് സാഹിത്യമാണ് പഠിക്കുന്നത്. അപ്പോൾ കഥ കണ്ടോ, അവിടെ ആ വെള്ളായിയപ്പൻ ഇങ്ങനെ പുറപ്പെടുമ്പോൾ അവിടെ നിന്ന് കൂട്ടനിലവിളി ഉയർന്നിരുന്നു. അപ്പോൾ കൂട്ടനിലവിളി എന്ന് പറയുമ്പോൾ അതെന്തിൻ്റെ പ്രതീകമാണ്? ഒരു വലിയ ദുരന്തത്തിൻ്റെ പ്രതീകമാണ്. ആരെങ്കിലുമൊക്കെ സുഖമില്ലാതെയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ആൾക്കാർ ചുറ്റും കൂടിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ബന്ധുക്കളും മക്കളും ഒക്കെ ഒരാളുടെ ചുറ്റും കൂടിയിരുന്നിട്ട് പെട്ടെന്ന് അയാൾക്ക് ചലനശേഷി നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അയാൾ മരിച്ചു എന്ന് ഉറപ്പാകുമ്പോഴാണ് എല്ലാവരും കൂടി നിലവിളിക്കുക. അപ്പോൾ കൂട്ടനിലവിളി എന്ന് പറയുന്നത് മരണത്തെ കാണിക്കുന്ന, അല്ലെ ഒരാൾക്ക് സുഖമില്ലാതെ എങ്ങനെ കൂട്ടനിലവിളി? ഇപ്പോൾ ആശുപത്രിയിൽ ഒരാൾ കിടക്കുകയാണ്, അയാളുടെ അടുത്ത് പോയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നിലവിളിക്കില്ലല്ലോ. ഇത് മരണത്തിനെ കാണിക്കുന്നതാണ് സത്യത്തിൽ ഈ കൂട്ടനിലവിളി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു മരണത്തിൻ്റെ ഗന്ധം ഈ കഥയിൽ ആകെ പരന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സൂചനയായിട്ടാണ് നമ്മളിവിടെ ഈ കൂട്ടനിലവിളി ഉയർന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ കൂട്ടനിലവിളി ഉയർന്നു എന്നുള്ള ആ ഒരു സെൻറ്റൻസ്, ആ ഒരു വാക്യം എഴുതി വെച്ചതോട് കൂടിയിട്ട് ഈ അനുവാചകൻ ഇത് വായിക്കുമ്പോൾ ആ സാഹിത്യം എന്നുള്ള നിലയിൽ ആ കഥയുടെ തുടക്കം നോക്കൂ. ഇനിയിപ്പോൾ എന്തിനാണ് ഈ വെള്ളായിയപ്പൻ പോകുന്നത്? എന്തുകൊണ്ടാണ് വെള്ളായിയപ്പൻ പോകുമ്പോൾ ഇങ്ങനെ കൂട്ടനിലവിളി? ഒരു സ്ഥലത്തേക്ക് ഒരാൾ പോകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? അയാൾ വല്ല ചാകാനും പോവുകയാണോ, അല്ലെങ്കിൽ അയാൾ വല്ല ദുരന്തത്തിലേക്കും പോവുകയാണോ? ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷ ഈ വായനക്കാരനുണ്ടാവും. ഈ ആകാംക്ഷകൾ മുഴുവൻ ഇനി പൂരിപ്പിക്കപ്പെടണമെങ്കിൽ, ഇതിനൊക്കെ ഇനി ഉത്തരം കിട്ടണമെങ്കിൽ, പ്രതിവിധി വേണമെങ്കിൽ എന്തേ ഉള്ളൂ, ഈ കഥ മുഴുവൻ വായിക്കണം. അതാണ് അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ അതുകൊണ്ട് ഈ കഥ വായിക്കുവാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തുടക്കം, ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു തുടക്കം അവിടെയുണ്ട് എന്ന് കാണുന്നുണ്ട്. എന്നാൽ തന്നെ ആ കഥയുടെ അന്ത്യത്തിൽ വരെയുള്ളൊരു സൂചനയും, ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ അന്ത്യം വരെയുള്ളൊരു സൂചനയും കൂടി കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു മരണത്തിൻ്റെ ഗന്ധം, മരിക്കുക എന്ന് പറയുന്ന തൻ്റെ മകൻ അവസാനം മരിക്കുകയാണ്. ആ മരണത്തിൻ്റെ ഒരു ഗന്ധം ഇവിടെ ഈ ഒന്നാമത്തെ സെൻറ്റൻസിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഛായ, ഒരു നിഴൽ, ഒരു മൂടൽ മഞ്ഞ് ഇങ്ങനെ പരത്തി വെച്ചുകൊണ്ട് വളരെ മനോഹരമായി ആളുകളിൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ കഥയുടെ തുടക്കം എന്ന് ബോധ്യപ്പെടുക. അപ്പോൾ ആ തന്നെ ഒരു കഥയുടെ സൗന്ദര്യം ഏതാണ്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അവിടെ അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുറാവുത്തരുടെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. എന്തുകൊണ്ടാണ്? അത് ദുരന്തമുണ്ടാകുമ്പോഴല്ലേ, ഒരു വീട്ടിൽ നിന്നൊരു കൂട്ടനിലവിളി ഉയർന്നാൽ തീർച്ചയായിട്ടും അയലോക്കത്ത് നിന്ന് എന്തേ സംഭവിച്ചു എന്നുള്ളത്, അവിടെ എന്തോ ദുരന്തം നടന്നിട്ടുണ്ട് എന്നല്ലേ ആളുകൾ മനസ്സിലാക്കുക. ഒരു വീട്ടിൽ നിന്ന് ഒന്നായിട്ട് അവിടെയുള്ള മക്കളും ഭാര്യയും അല്ലെങ്കിൽ അച്ഛനമ്മമാരോ ആരോ ആട്ടെ, അവരൊക്കെ കൂടി ചേർന്നിട്ട് അങ്ങോട്ട് നിലവിളിച്ചു. ആ നിലവിളിയുടെ ശബ്ദം അയലോക്കത്ത് കേട്ടാൽ ആ നിലവിളിയിൽ നിന്ന് അവരാദ്യം ഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും? ഈ വീട്ടിൽ എന്തോ ദുരന്തം നടന്നിട്ടുണ്ട് എന്നാണ്, അല്ലേ? അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സന്തോഷകരമായിട്ട് നടന്നു എന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെയാണ് ഈ അയൽപക്കത്തുള്ള ആളുകളൊക്കെ ഈ ഒരു ദുരന്തത്തിൻ്റെ, അപകടത്തിൻ്റെ മണം അവർക്കൊക്കെ കിട്ടുന്നു എന്ന് മനസ്സിലാക്കണം. അതാണ് അപ്പോൾ ഈ ശ്രദ്ധാലുക്കളായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അവരൊക്കെ വിഷാദമുള്ളവരായി തീർന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കൂട്ടനിലവിളി ഒരു വീട്ടിൽ നിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും വിഷാദമുള്ളവരാവൂലേ. ഇനി മറ്റൊന്നു കൂടി ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലൊരു വീട്ടിൽ നിന്നൊരു നിലവിളി വരുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഒരു വല്യപ്പനോ വല്യമ്മയോ കുറേ കാലമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ സുഖമില്ലാതെ കിടക്കുകയായിരിക്കും. അങ്ങനത്തെ ഒരു വീട്ടിൽ ഇങ്ങനത്തെ ഒരു കൂട്ടനിലവിളി വരുമ്പോൾ എന്തായിരിക്കും? അയൽവക്കക്കാർക്കൊക്കെ അറിയാം അവിടെ ഒരു അപ്പൻ കിടക്കുന്നുണ്ട്, ഒരു അമ്മ കിടക്കുന്നുണ്ട്, അതല്ലെങ്കിൽ വളരെ വയസ്സായിട്ട് വളരെയധികം ഇനിയിപ്പം മരിക്കല്ലാതെ വേറൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ
അത്രയും പിന്നെ ശാരീരിക അവശതകളോടുകൂടി പ്രായമുള്ള ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ആ കൂട്ടനിലവിളി വരുമ്പോൾ എല്ലാവരുടെയും ആദ്യം മനസ്സിലൂടെ പോകുന്നതാണ്, ഓ അവിടുത്തെ ആ കാരണവർ തീർന്നു, അല്ലെങ്കിൽ അവിടുത്തെ ആ വല്യമ്മ തീർന്നു, അതല്ലേ ആദ്യം കരുതുക. അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ ഒരു വിഷാദം, അയ്യോ കഷ്ടം, അത് തീർന്നു പോയല്ലോ, പിന്നെയാണ് ആശ്വാസം കൊള്ളുക, എങ്ങനെ എത്ര കാലാച്ചിട്ടാ കിടക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഈ വെള്ളായപ്പൻ പോകാൻ പുറപ്പെടുന്ന സമയത്ത് മറ്റുള്ള ആളുകളൊക്കെ ശ്രദ്ധാലുക്കളായി എന്ന് മാത്രമല്ല, അവരൊക്കെ വിഷാദവാന്മാരായി. വിഷാദമാണ് അവർക്ക് ഉണ്ടാകുന്നത്. കൂട്ടനിലവിളി കേട്ടാൽ വിഷാദമല്ലേ ഉണ്ടാകുക? ആകാംക്ഷ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു സംഭവം, അപ്പോൾ അവിടെ ഒരു വല്യപ്പനും വല്യമ്മയുണ്ട്, അവർ മരിക്കാൻ കിടക്കുകയാണെന്ന് തോന്നുമ്പോൾ ആദ്യമേ ആളുകൾക്ക് അതൊക്കെ അറിയാമല്ലോ. അതുപോലെ ഈ വെള്ളായപ്പൻ്റെ പോക്കിൻ്റെ ആ ഗതിവിഗതികളെക്കുറിച്ച്, അല്ലെങ്കിൽ വെള്ളായപ്പൻ പോകാൻ പുറപ്പെട്ടിട്ടുണ്ട്, എങ്ങോട്ടാണ് പോകുന്നത്, ഇതൊക്കെ ആ വീട്ടുകാർക്കൊക്കെ അറിയാം, അവർക്കൊക്കെ അറിയാം. ഈ വല്യപ്പനും വല്യമ്മയും ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ് എന്നുള്ള ബോധ്യം ആർക്കൊക്കെ ഉണ്ടോ, അയൽവക്കക്കാർക്കൊക്കെ ഉണ്ടാവും. കാരണം അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടൊക്കെ പോണതാണ്, ഈ കാഴ്ച കണ്ടൊക്കെ പോണതാണ് ഇവരിങ്ങനെ വയ്യാതെ കിടക്കുന്നതൊക്കെ. അതുപോലെ അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടനിലവിളി കേൾക്കുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവും. അതുപോലെ ഈ വീട്ടിൽ നിന്നൊരു കൂട്ടനിലവിളി വരുമ്പോൾ, ഇവിടെ ഈ വെള്ളായപ്പൻ്റെ വീട്ടിൽ നിന്നൊരു കൂട്ടനിലവിളി വരുമ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവർ വിഷാദവാന്മാരായത്. ഭംഗിയായിട്ട് ഇങ്ങനെ ഈ കഥയുടെ പ്രത്യേകത അതാണ്. ഈ ചെറുകഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുരുക്കി പറയണം, കുറച്ച് വാക്കുകൾ ഉപയോഗിക്കാവും, എന്നാലും നല്ലോണം മനസ്സിലാകുകയും വേണം. നമ്മുടെ ആദ്യത്തെ ആ വാക്യമൊക്കെ അതിന് പറ്റിയതാണ്. അവിടെ ആ വെള്ളായപ്പൻ പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ടനിലവിളി ഉയർന്നു എന്ന് പറയുന്ന വാക്യത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. ശരി, ഇനി അവിടെ ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50 ചില്ലാനും കുടിലുകളിൽ അത്രയും ആ വീടുകളിലൊക്കെ 50-ലധികം വീടുണ്ട് ആ ഗ്രാമത്തിൽ. അന്നത്തെ കാലമാണ്, മനസ്സിലാക്കണം, പഴയ കാലമാണ്. ആകെ ഒരു തീവണ്ടി, പുകവണ്ടി മാത്രം കണ്ണൂരിലേക്ക് പോയിരുന്ന, കണ്ണൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ കേരളത്തിലെ ഏത് ഗ്രാമവും പച്ച പിടിച്ചിരുന്നു എന്ന് വെച്ചാൽ നെൽപ്പാടങ്ങൾ മാത്രമുള്ള, നമ്മളിപ്പോൾ വികസനം എന്ന് വിളിക്കുന്ന ഈ റോഡും ഇത്രയും വേഗതയുള്ള വാഹനങ്ങളും ഒന്നും ഇല്ലാത്തൊരു കാലത്താണ് ഇത് നടക്കുന്നത്. വളരെ പഴയ കാലത്ത് നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രാമത്തിൽ 10-50 വീടുകളേ ഉള്ളൂ. ആ വീടുകളിലേക്ക് മുഴുവൻ എന്താണ് ഈ വിഷാദം, ഈ സഹാനുഭൂതി, അയ്യോ പാവം, അതാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. സഹാനുഭൂതിയും ഈ വിഷാദവും പടർന്നു. ആ വീടുകളിലൊക്കെ അതുണ്ടായി. അപ്പോൾ അത്ര വലിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത് എന്നും ഇവർക്കൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉള്ള, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയംകാരായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്, പെട്ടെന്ന് കാര്യം മനസ്സിലാവാനാണ്. ഇവർക്കൊക്കെ അതിൻ്റെ ഉള്ളറകൾ അറിയുന്ന, അവർക്കൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു സംഗതിയാണ് നടന്നിരിക്കുന്നത്. ഇവർക്കൊക്കെ കാര്യം അറിയാം, അല്ലെങ്കിൽ അവരെ കൂടി ബാധിക്കുന്ന, അതാണ് പ്രത്യേകത, അവരെ കൂടി അവർക്ക് കൂടി സ്വീകാര്യമായ, അവരെ കൂടി ഉൾച്ചേർക്കുന്ന എന്തോ ഒരു സംഗതിയാണ് അവിടെ നടന്നിരിക്കുന്നത്. അതാണ് അപ്പോൾ ഈ വെള്ളായപ്പൻ്റെ പോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ അവർക്കൊക്കെ ഈ വിഷാദഛായ, ഈ ഗ്രാമം മുഴുവൻ അത് പരക്കാൻ കാരണം. അല്ലാതെ ഒരു മരണം ഒരു ഗ്രാമത്തെ മുഴുവൻ നടുക്കത്തിലാക്കും. അപ്പോൾ മരിച്ച ആൾ എത്ര VIP ആയിരിക്കണം, മരിച്ച ആൾ എത്രമാത്രം നല്ല ആളായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ യാത്ര പുറപ്പെടുമ്പോൾ പോലും ഇത്ര വിഷാദം ഉണ്ടാവണമെങ്കിൽ ഈ യാത്ര എന്ന് പറയുന്നത്, മരിച്ചിട്ടാണെങ്കിൽ ആ ആളെ ഓർത്തിട്ടായിരിക്കും. പക്ഷേ ഇത് വെള്ളായപ്പനൊരു യാത്ര പോവുക. അപ്പോൾ ആ യാത്ര പോലും ഇങ്ങനെ വിഷാദാത്മകമാവണമെങ്കിൽ, ഒരു ഗ്രാമത്തെ മുഴുവൻ ബാധിക്കണമെങ്കിൽ ആ യാത്രയുടെ ആ ഗതിവിഗതികളെക്കുറിച്ച് കൃത്യമായിട്ട് ഈ ഗ്രാമത്തിന് മുഴുവൻ അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഇനി അതിശക്തമായിട്ടുള്ള ഒരു വാക്യം അടുത്തത് എന്താണ്? വെള്ളായപ്പനോടൊപ്പം പോകാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയടുത്തിയും മുത്തുവണ്ണനും നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതള്ളയിലുള്ളവർ അത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ടോ, മനുഷ്യൻ്റെ ആകാംക്ഷ പിന്നെയും വർദ്ധിപ്പിക്കും. കാരണം എന്താണ് ഇവരൊക്കെ ബാധിക്കുന്നത്? ഇവർ എന്തിനു വേണ്ടിയിട്ടാണോ ഈ വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോകുന്നത്, അത് അവർക്ക് കൂടി താല്പര്യമുള്ള ഒരു സംഗതിയാണ് എന്ന് വരുന്നുണ്ട്. അവർക്ക് ഒരു താല്പര്യമുള്ള സംഗതിയാണ്, അതുകൊണ്ട് അവർ കൂടി പോയേനെ. പക്ഷെ അവരുടെ കയ്യിൽ പണമില്ല. അപ്പോൾ അന്നത്തെ ആ ദാരിദ്ര്യം പിടിച്ച ഒരു നാട്ടിലെ സ്ഥിതിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അന്ന് അത്രയൊക്കെ ഉള്ളൂ. അന്ന് സാമ്പത്തികമായി ശേഷി ഉണ്ടായിരുന്നില്ല ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം. അന്ന് അവരുടെ കയ്യിൽ തീവണ്ടിക്ക് പൈസ ഉണ്ടായാൽ മതി, എന്നാൽ അവരും പോയേനെ. പക്ഷെ അവർ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ കയ്യിൽ പണമില്ല, അല്ലെങ്കിൽ അവരും കൂടി പോയേനെ. അത്ര ശക്തമായിട്ടുള്ള എന്തോ കാര്യം നടക്കാൻ പോവുകയാണ് എന്ന് ഈ കഥയുടെ ആദ്യം നമുക്ക് കാണിച്ചു തരികയാണ്. എന്നിട്ട് ഇനി വെള്ളായപ്പൻ്റെ യാത്രയാണ്. തീവണ്ടി കയറുന്ന ആ വെള്ളായപ്പൻ്റെ
ഇന്ന് വരെ ഈ വീട് തൊട്ട് കണ്ണൂർ വരെയുള്ള യാത്രയുടെ ആ ഒരു ആന്തരിക സംഘർഷത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന സംഘർഷത്തിൻ്റെ ഒക്കെ വിളനിലമായിട്ട് ഇതിങ്ങനെ മാറുകയാണ്. എന്താണ് പറയുന്നത്? കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര, വെള്ളായപ്പൻ്റെ തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ പോകാമെന്ന് തീരുമാനിച്ചത്. കഥ വായിച്ചത് കൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. അവർ ആ കണ്ണൂരിലേക്ക് പോകാൻ തീരുമാനിക്കാൻ കാരണം ഈ പിന്നെ വെള്ളായപ്പൻ പോകുന്നത് അവർക്ക് ആ പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇനി അദ്ദേഹം ആ നെടുവരമ്പ് വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി. നോക്കുക, വഴിയുടെയൊക്കെ OV വിജയനെ നമ്മൾ ഇങ്ങനെയൊന്നും പഠിച്ചാൽ പറ്റില്ല. ഞാനൊരു മിനിമം ലെവലിൽ നിങ്ങൾക്കൊരു A+ കിട്ടുന്ന രീതിയിൽ പറയാം. അതൊരു കോളേജ് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരാഴ്ചക്ക് ഒരു പാരഗ്രാഫ് തന്നെ ഉണ്ട്, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാലുക്കളായിട്ട് ഉള്ള ആ മിനിമം ലെവൽ പറഞ്ഞു തരികയാണ്. അതായത് നിങ്ങൾക്കൊരു A+ കിട്ടാൻ വേണ്ട വിവരങ്ങളെ തരുന്നുള്ളൂ, അതുകൂടി ബോധ്യപ്പെടണം. ശരി, അല്ലെങ്കിൽ OV വിജയനിൽ നിന്നാളെയും പറഞ്ഞാൽ തീരുന്ന കേസല്ല, ഒരു കൊല്ലം കൊണ്ട് പഠിപ്പിച്ചാൽ തീരുന്ന കേസുമല്ല. ശരി, നോക്കിക്കോളൂ. അപ്പോൾ ആദ്യം വെള്ളായപ്പൻ്റെ യാത്ര തുടങ്ങുകയാണ്. മനസ്സിലാക്കുക, ഈ വീട്ടിൽ നിന്ന് വെള്ളായപ്പൻ്റെ ആ കണ്ണൂർ വരെയുള്ള യാത്ര എന്ന് പറയുന്നത് വെള്ളായപ്പൻ്റെ ജീവിതയാത്ര കൂടിയാണ്. വെള്ളായപ്പൻ്റെ ജീവിതയാത്ര കൂടിയാണ്. അപ്പോൾ ഒരു ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തിക്കുണ്ടാവുന്ന യാത്രയാണ് ജീവിതയാത്ര എന്ന് പറയുന്നത്. ആ വെള്ളായപ്പൻ എന്ന കഥാപാത്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ജീവിത രേഖയാണ്, ജീവിതയാത്രയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നോക്കൂ, കുട്ടിക്കാലത്ത് എന്തെല്ലാം വൈഷമ്യങ്ങളാണ് ഉണ്ടാകുക. പിന്നെയാണ് നമ്മൾ പതുക്കെ നടക്കാൻ പഠിക്കുക, അല്ലേ? കുട്ടിക്കാലത്ത് ഇങ്ങനെ വീണിട്ടും ഉരുണ്ടിട്ടും പിടിച്ചിട്ടും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. മനസ്സിലായില്ല? എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കേണ്ടി വരുന്നു, അല്ലേ? ഒരു തുള്ളി വെള്ളം കിട്ടാൻ കുട്ടികൾ എന്താ കരയുക? ഇങ്ങനെ കരയാണ് ചെയ്യുക, അല്ലേ? എന്താ ചെയ്യുക? കരയാണ് ചെയ്യുക. ദാഹിച്ചാൽ കരയുക, ഒരു ഉറുമ്പ് കടിച്ച കരയുക. മലർന്ന് കിടക്കുന്ന കുട്ടികളും കവിഴ്ന്ന് കിടക്കുന്ന കുട്ടികളൊക്കെ അല്ലേ, അവരൊക്കെ എന്താ ചെയ്യുക? മുട്ടുകുത്തുന്ന കുട്ടികൾ അവർ എന്താ ചെയ്യുക? എന്ത് സംഭവിച്ചാലും കരയാണ്. കാരണം അവർ നിസ്സഹായരാണ്. എറുമ്പ് കടിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് മലർന്ന് കിടന്ന് തുള്ളി കളിക്കുന്ന ഒരു കുട്ടിക്ക് അറിയില്ല. അവൻ നിസ്സഹായനാണ്, അവന് മറ്റൊരാളുടെ സഹായം വേണം. വിശന്നാൽ നമ്മളെപ്പോലെ പിന്നെ അടുക്കളയിൽ കയറി വാരി തിന്നാൻ പറ്റുമോ? പറ്റില്ല. അവൻ ആരെങ്കിലും കൊടുക്കണം. അപ്പം നിസ്സഹായനാണ്. ഇത് നിസ്സഹായതയുടെ ഏറ്റവും വലിയ രൂപങ്ങളാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. ഇവിടെ വെള്ളായപ്പൻ്റെ യാത്രയുടെ പ്രത്യേകത ശ്രദ്ധിക്കൂ. അങ്ങനെ ഒരു നിസ്സഹായതയാണ് ആദ്യം നമ്മൾ കാണുന്നത്. ഒരു നെടുവരമ്പ്, ഈ പാടത്ത് കൂടിയുള്ള വരമ്പ് കണ്ടിട്ടില്ലേ? എന്താണ് ആ വരമ്പിൻ്റെ പ്രത്യേകത? അതിങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പോകാനേ ഉണ്ടാവുള്ളൂ. പാടത്തുള്ള വരമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരാൾക്ക് ഇങ്ങനെ പോകാനേ ഉണ്ടാവുള്ളൂ. കണ്ടത്തിൽ ഇങ്ങനെ വരമ്പുകൾ കണ്ടിട്ടില്ലേ? അതിങ്ങനെ ഒരൊറ്റയാൾക്ക് പോകാനേ ഉണ്ടാവുള്ളൂ. അത്ര ഇടുങ്ങിയതാണ്. അപ്പോൾ വെള്ളായപ്പൻ്റെ കുട്ടിക്കാലമാണത്, അല്ലെങ്കിൽ വെള്ളായപ്പൻ്റെ യാത്രയുടെ ആരംഭമാണ്. തൻ്റെ ജീവിതയാത്ര തന്നെയാണിത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നടക്കാൻ പഠിക്കും, ലേശം കൂടിയൊക്കെ പഠിക്കും. അതുപോലെ അടുത്തത് നോക്കൂ, വെള്ളായപ്പൻ അങ്ങനെയാണ് വിട്ടിട്ട് നെടുവരമ്പത്ത് കൂടി ചെന്നപ്പോൾ പാടം മുറിച്ച് കടന്നപ്പോൾ പിന്നീട് നിലവിളി ശമിച്ചു, അല്ലേ? കുട്ടിക്കാലത്തുണ്ടാകുന്ന സംഘർഷങ്ങളൊന്നും പിന്നെ ഇല്ലല്ലോ. എന്നിട്ട് അല്ലേ, നമ്മുടെ തന്നെ നിലവിളി നിൽക്കൂലേ? കുട്ടിക്കാലം കഴിഞ്ഞാൽ പിന്നെ നിലവിളിച്ചുകൊണ്ടിരിക്കും. മറ്റേത് ഈ പറഞ്ഞ പോലെ ഉറുമ്പ് കടിച്ചാലും മുറിവായാലും എല്ലാത്തിനും കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇനി നെടുവരമ്പ് വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി. കണ്ടോ, പറമ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശാലമായില്ലേ? അപ്പോൾ യാത്ര ഒന്നുകൂടി വലുതായി, അപ്പോൾ ഇത്തിരി കൂടി വലുതായി എന്നർത്ഥം. ഇവിടെ വെള്ളായപ്പൻ എന്തുണ്ടോയെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ഒരു അവതരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ഈ വെള്ളായപ്പൻ എന്ന ആള് ഇങ്ങനെ വീട്ടിൽ നിന്ന് വരമ്പ് കടന്നു. സ്വാഭാവികമായുള്ള വീട്ടിൽ നിന്നൊരു വരമ്പുണ്ടാവും. പിന്നെ കുറച്ച് സമയമൊക്കെ പറമ്പിൽ കൂടെയാണ് പോകേണ്ടത്. പിന്നെയാണ് റോട്ടിലേക്ക് എത്തുക. പിന്നെ ആ റോട്ടിൽ നിന്ന് അയാൾക്ക് തീവണ്ടി ആഫീസിലെത്തണം. അവിടുന്ന് തീവണ്ടി കയറിയിട്ട് അയാൾ കണ്ണൂർക്ക് പോകുന്നു. ഇത്രയുള്ളൂ കേസ്. ഇതേ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ യാത്ര സവിസ്തരം വിശദീകരിക്കാൻ കാരണം എന്താ? ഇത് വെള്ളായപ്പൻ്റെ മാനസിക സംഘർഷങ്ങളുടെ യാത്രയാണ്. വെള്ളായപ്പൻ എന്ന വ്യക്തിയുടെ ജീവിതയാത്രയാണ്. അതാണ് ഇവിടെ കഥാകൃത്ത് അടയാളപ്പെടുത്തി വെക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ഇടുങ്ങിയ വരമ്പ്, പിന്നെ ഒരു പറമ്പ്, പിന്നെ അവിടുന്ന് മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടു പോകുന്നു. പറമ്പിലിങ്ങനെ പുല്ലുണ്ട്, അതിലൂടെ ആരോ നടന്നു പോയില്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു സ്ഥലത്ത് കൂടി, ഇടവഴിയിൽ കൂടിയൊക്കെ നടന്നു പോയ സ്ഥലത്ത് മാത്രം പുല്ലുണ്ടാവില്ല, അപ്പുറത്തും ഇപ്പുറത്തും പുല്ലുണ്ടാവും. അതുപോലെ ഒരു പുല്ല്. അപ്പോൾ പൂർവികന്മാർ കടന്നു പോയ ജീവിതയാത്രയിൽ കൂടെയാണ് വെള്ളായപ്പനും പോകുന്നത്. പൂർവികന്മാർ കടന്നു പോയ യാത്ര. അപ്പോൾ ഇവിടെ ഇതൊന്നും മനസ്സിലാക്കരുതേ. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ യാത്രയുടെ രണ്ട് വശങ്ങൾ ഇവിടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വെള്ളായപ്പൻ യാത്ര പോവുകയാണ്, അത് മനസ്സിലാക്കിയാൽ മതി. വെള്ളായപ്പൻ യാത്ര പോവുകയാണ്.
ദൈവങ്ങളെ തമ്പിരാക്കന്മാരെ വെള്ളായ്യപ്പൻ വിളിച്ചു. ചവിട്ടടി പാതയ്ക്ക് ഇരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റ് പിടിച്ചു. അവിടെ ആ ഒ.വി. വിജയൻ്റെ ഈ ഭാഷയുടെ സൗന്ദര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവങ്ങളെ തമ്പുരാക്കന്മാരെ അല്ലേ, ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ മനുഷ്യൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്ന പദങ്ങളല്ലേ ഇതൊക്കെ. ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? ദൈവത്തെയാണ് വിളിക്കുന്നത്. ഈശ്വര രക്ഷിക്കണേ എന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടല്ലേ ഓരോ തരത്തിലുള്ള ആചാരങ്ങളും നിലവിലുള്ളത്. ഈശ്വരനെ ആരാധിക്കാൻ എന്തെല്ലാം ക്രമങ്ങളാണെന്ന് ആലോചിച്ച് നോക്കൂ. പല വിധത്തിലുള്ള മനുഷ്യന്മാർ പല തരത്തിൽ ഈശ്വരനെ ആരാധിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ജീവിതയാത്രയിൽ വിളിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ദൈവങ്ങളെ തമ്പുരാക്കന്മാരെ. അദ്ദേഹത്തിൻ്റെ ആ നാടൻ ഭാഷ പ്രയോഗിച്ചിരിക്കുകയാണെന്നുള്ളൂ. അദ്ദേഹം ഒരു ഗ്രാമീണനായിട്ടുള്ള ഏറ്റവും അധകൃതനായിട്ടുള്ള ഒരാളാണ് വെള്ളായ്യപ്പൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചവിട്ടടിപ്പാതയ്ക്ക് ഇരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റ് പിടിച്ചു. പട്ടടകളിൽ കാറ്റ് ഇരമ്പുന്നത് വെള്ളായ്യപ്പൻ അന്ന് ആദ്യമായി അപരിചിതമായി തോന്നി. കരിമ്പനകളിൽ ഇങ്ങനെ കാറ്റടിക്കുന്നത്, നേരത്തെ ഒ.വി. വിജയൻ്റെ നാടിനെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ കരിമ്പനകളാണ്. ഈ കരിമ്പനകൾക്ക് മുകളിൽ അസ്തമയമില്ലാത്ത സന്ധ്യയാണ് എന്ന് അദ്ദേഹം ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സന്ധ്യയായി നിൽക്കുകയാണ്, അസ്തമയമില്ല, പിന്നെ അതിന് കാലം നിശ്ചലമായി നിൽക്കുന്നു എന്നാണ് അവിടെ അദ്ദേഹം പറഞ്ഞത്. അത് അവിടുത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ കരിമ്പന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്കാലം തൊട്ട് ഒ.വി. വിജയൻ കണ്ടുവരുന്ന ഒരു പിന്നെ സാധനമാണ്. അല്ലെങ്കിൽ പാടത്ത് കരിമ്പനകൾ ധാരാളം അദ്ദേഹം കണ്ടു വളർന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ കഥകളിലും നോവലുകളിലും ഒക്കെ ഒരു പ്രതീകമായിട്ട് ഇതേപോലെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ കരിമ്പനകൾ അവിടെ കാറ്റ് പിടിച്ചു നിന്നു എന്നാണ് പറഞ്ഞത്. എന്താണ് കരിമ്പനകളിൽ കാറ്റ് പിടിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ? കരിമ്പനകളുടെ ഇലകൾ നിശ്ചലമായി നിന്നു. അതുപോലും പ്രകൃതിയിലെ ചരാചരങ്ങൾ പോലും ഈ വെള്ളായ്യപ്പൻ്റെ യാത്രയിൽ ദുഃഖഭരിതമായി നിൽക്കുന്നു എന്നാണ് അർത്ഥം. പ്രകൃതിയിലെ ചരാചരങ്ങൾ പോലും ഈ വെള്ളായ്യപ്പൻ്റെ യാത്രയിൽ ദുഃഖഭരിതമായി നിന്നു പോകുന്നു. അതാണ്. നോക്കൂ, ഇവിടെ എന്താ പറയുക, നിങ്ങൾ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം. അതൊക്കെ കേൾക്കാതെ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ എത്തുമോ? സാധ്യതയില്ല. പൂതപ്പാട്ട് അല്ലേ, നങ്ങേലി എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇടശ്ശേരിയുടെ ഒരു കാവ്യം പഠിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ. നങ്ങേലി ഒരു ഉണ്ണിയെ പ്രസവിച്ചു. മാളിക വീട്ടിലെ നങ്ങേലി പിന്നെ മാളിക വീട്ടിലെ നങ്ങേലിക്ക് ഒരു ഉണ്ണിയുണ്ടായി. ആറ്റ് നോറ്റിട്ട് ഉണ്ണിയുണ്ടായി. അതിനെ ഇങ്ങനെ ഉണ്ണിക്ക് 7 വയസ്സ് കഴിഞ്ഞു, കണ്ണും കാതും മുറച്ച് കഴിഞ്ഞു. അങ്ങനെ ഉണ്ണി വലുതായപ്പോൾ ഇങ്ങനെ പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറി മറിഞ്ഞു. അങ്ങനെ പള്ളിക്കൂടത്തിലേക്ക് പോയപ്പോൾ അവിടുന്ന് സുന്ദരിയായ ഒരു രൂപത്തിലൊരു ഭൂതം വന്നിട്ട് അതിനെ കൈകാട്ടി വിളിച്ചെന്നും അവനെ കൊണ്ടുപോയി എന്നും വൈകുന്നേരം അവനെ കാണാതെ അമ്മ തെരഞ്ഞു ചെന്നു എന്നൊക്കെയുള്ള ആ ഒരു കാവ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേൾക്കുക. അല്ല, അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തു പോയാൽ വലിയ പ്രയാസമായിരിക്കും. അങ്ങനെ ആ ഉണ്ണിയെ അവസാനം അമ്മ വളരെയധികം ശക്തമായി, തൻ്റെ ഉണ്ണിയാണ് അമ്മ എന്നുള്ള മാതൃത്വത്തിൻ്റെ ഭാവം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇടശ്ശേരി ആ കാവ്യം രചിച്ചത്. അപ്പോൾ പൂതപ്പാട്ട് വളരെ ശക്തമായിട്ട് ആവേശത്തോടു കൂടി മലയാളി ഏറ്റുവാങ്ങിയ ഒരു കാവ്യമായിരുന്നു. അതിന് ധാരാളം ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഈ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഈ പൂതപ്പാട്ടിൻ്റെ ദൃശ്യാവിഷ്കാരമൊക്കെ കിട്ടിയേക്കും. ഉണ്ടാവാതെക്കില്ല. അപ്പോൾ എന്തായാലും അവിടെ ഞാൻ പറയാൻ വന്നത് ഇത്രയാണ്. ഈ നങ്ങേലി വൈകുന്നേരമായപ്പോൾ ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയാണ്. അവൻ പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ പോയതാണ്. ഓലയും എഴുത്താണിയും കൊണ്ടുപോയതാണ്. എഴുത്താണി ഓലയിലാണ് അന്ന് എഴുതുന്നത്. അപ്പോൾ എഴുത്താണി എന്ന് പറഞ്ഞാൽ ഈ ഇരുമ്പിൻ്റെയാണ്. അപ്പോൾ അത് ഭൂതത്തിന് പറ്റില്ല. അങ്ങനെയാണ്, ഇരുമ്പൊന്നും ഭൂതത്തിനും പ്രേതത്തിനും പറ്റില്ല എന്നാണ് വിശ്വാസങ്ങളുടെ ഒരു രസമാണ് അതൊക്കെ. അപ്പോൾ പൊന്നുണ്ണി പൂങ്കരളെ ഓല എഴുത്താണികളെ കാട്ടിലെറിഞ്ഞിങ്ങണയോ, ഓലയും എഴുത്താണിയൊക്കെ കാട്ടിലെറിഞ്ഞു വരൂ, നമുക്ക് പിന്നെ മാല കോർക്കാം. അപ്പോൾ ഭൂതം കൊണ്ടുപോയത് ആ കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ടാണ്. പക്ഷേ ഈ അമ്മ, ഈ പെറ്റമ്മയുടെ വേവലാതി എത്രയാണ്. അങ്ങനെ അമ്മ ഇങ്ങനെ 4 മണിയായിട്ട് സ്കൂൾ വിടേണ്ട സമയമായിട്ട് മകനെ കാണാനില്ല, വരേണ്ട സമയമായിട്ട് അമ്മ ഉടനെ തന്നെ ചാടി പുറപ്പെട്ടിട്ട് തെരഞ്ഞു നടക്കുകയാണ്. എൻ്റെ ഉണ്ണിയെ കണ്ടോ, എൻ്റെ ഉണ്ണിയെ കണ്ടോ എന്ന് കണ്ടവരോടൊക്കെ ചോദിക്കുകയാണ്. ആരും കണ്ടിട്ടില്ല. കാരണം ഈ ഭൂതം ഇവനെയും കൊണ്ട് ഒരു പാറയുടെ ആ ഭൂതം പാർക്കുന്ന പാറയുടെ അടുത്ത് അവിടെ ചോട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആരും ഇവനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ അമ്മ വളരെയധികം ഇങ്ങനെ തിരഞ്ഞ് സമയം വൈകുന്തോറും ഈ ആൾക്കാരെ കാണാതെ ആയിട്ട് തിരയുകയാണെങ്കിൽ സമയം വൈകുന്തോറും ഒരുപാട് ദുഃഖം, പേടി ഇതൊക്കെ കൂടുകയല്ലേ ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അവിടെ ഇങ്ങനെ നങ്ങേലി ഇങ്ങനെ തെരഞ്ഞ് മകനെ നടക്കുമ്പോൾ പ്രകൃതിയിലെ ചരാചരങ്ങൾ പോലും ഈ അമ്മയുടെ നിലവിളി കേട്ടിട്ട് ദുഃഖിച്ച് നിന്നതായിട്ട് അവിടെ പറയുന്നു. ആ ദുഃഖത്തിൻ്റെ സങ്കടത്തിൻ്റെ ഒരു എത്രമാത്രമുണ്ട്. ഒരു ഇംഗ്ലീഷ് ആംഗലേയ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി, മനസ്സിലായല്ലോ.
ആ ഉത്താളപക്ഷം എന്ന് പറയും, ഉത്താളപക്ഷം. ആ പദം പ്രയോഗിച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയംകാരായതുകൊണ്ട് മനസ്സിലായില്ലെങ്കിലും ഒന്ന് എഴുതിയിട്ടാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി പറഞ്ഞാൽ മനസ്സിലായില്ലേ, അതുപോലെയാണ്. അപ്പോൾ അങ്ങനെയാണ് അമ്മയുടെ ദുഃഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്രമാത്രം ദുഃഖം ഘനീഭവിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ പ്രകൃതിയിലെ ചരാചരങ്ങൾ അതിനെ പിന്നെ ഏറ്റെടുക്കുകയാണ്. എന്തൊക്കെയാ എഴുതി വച്ചിരിക്കുന്ന കവിയോട് അറിയും? നീറ്റിൽ കളിക്കും പരൽമീനെല്ലാം നീളവേ നിശ്ചലം നിന്നുപോയി. ഇങ്ങനെ പുഴയിൽ കളിച്ചുകൊണ്ടിരുന്ന മീനുകളൊക്കെ ഈ അമ്മയുടെ ഈ ദുഃഖഭരിതമായ വിളി കേട്ടിട്ട് നിശ്ചലമായി നിന്നുപോയി. ദുഃഖത്തോടു കൂടി അയ്യോ ആ അമ്മയുടെ ഉണ്ണി എവിടെയാണാവോ എന്നുള്ള രീതിയിൽ മീനുകൾ പോലും അങ്ങനെ നിന്നുപോയി. പൊത്തിൽ നിന്ന് അപ്പോൾ പുറത്തു നൂഴും നത്തുകൾ എന്തെന്തെന്ന് അന്വേഷിച്ചു. പൊത്തിലേക്ക് കയറിയതാ, സന്ധ്യാവാനായില്ലേ. അപ്പോൾ പൊത്ത് മരത്തിൻ്റെ പൊത്തിലേക്ക് കയറിയതാ, തൻ്റെ കൂടെ അവിടെയാണ്. അവിടുന്ന് വന്നിട്ട് നത്തുകൾ മൂങ്ങകൾ അന്വേഷിച്ചു, എന്തെന്തെന്ന് അന്വേഷിച്ചു, എന്താ അമ്മ കരയണമെന്ന് അവരും ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ഈ പ്രകൃതിയിലെ ചരാചരങ്ങൾ മുഴുവൻ അതിൽ പങ്കെടുക്കുന്നതായിട്ട് അവിടെ കവി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ദുഃഖത്തിൻ്റെ കാഠിന്യം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതെന്തിനപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വെള്ളായ്യപ്പൻ്റെ പോക്കിൽ ഇതേപോലെയുള്ള ഈ ഒരു പനമ്പട്ടയിൽ കാറ്റ് പിടിച്ചു നിന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം ദുഃഖം ഘനീഭവിച്ചിട്ടുണ്ട്. കാറ്റ് ഇളകാതിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കട്ട പിടിച്ച് നിൽക്കുകയാണെന്ന് അർത്ഥം. അങ്ങനെ ഘനീഭവിച്ചിട്ടുണ്ട് ദുഃഖം എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ അല്ലേ. പനകളിൽ യക്ഷിയുടെ കേന്ദ്രമാണെന്നൊക്കെയാണ് പറയുക. പഴയ കാലത്തെ വിശ്വാസം അതൊക്കെയാണ്. പനകളിലാണ് യക്ഷികളൊക്കെ കൂടുകൂട്ടുക, അപ്പോൾ താമസിക്കുക. അങ്ങനെയുള്ള അവിടെ ഊട്ടുദൈവങ്ങൾ, പിന്നെ അവരുടെ ആരാധനാമൂർത്തികളായിട്ടുള്ള ദൈവങ്ങൾ. ഊട്ടുദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഈ പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇതേപോലെ ബിംബങ്ങളൊക്കെ പഴയ കാലത്തൊക്കെ കല്ലുകളൊക്കെ പ്രതിഷ്ഠിച്ചിട്ട് ഇങ്ങനെ കോഴിയെ വെട്ടിയിട്ടും അതുപോലെ മഞ്ഞൾപ്പൊടി ഇതൊക്കെ എറിഞ്ഞിട്ടൊക്കെ ചില പൂജകളൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ പിന്നെ ഈ വർഷത്തിൽ ചില ദിവസങ്ങളിലൊക്കെ അതിൻ്റെതായ പ്രത്യേക ദിവസങ്ങളുണ്ട്, അതൊക്കെ നടത്തുക. അങ്ങനെ ചില സന്ദർഭങ്ങളിൽ വരിക. ചിലയിടത്തൊക്കെ കള്ളുകൊണ്ട് പൂജ നടത്തുന്ന ആളുകളുണ്ട്. ഒക്കെ ഓരോ വിഭാഗക്കാർ ഓരോന്ന് ചെയ്തിരുന്ന അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് ഈ ഊട്ടുദൈവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഊട്ടുദൈവങ്ങളും കാരണവന്മാരും എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവരുടെ ആത്മാക്കൾ, അവരൊക്കെ തന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ഈ മരണം എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ വേദനയുടെ അല്ലെങ്കിൽ ഈ ഒരു മരണത്തിൻ്റെ ഗന്ധവും ഭീതിയും ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി കരിമ്പനകളിലെ ഇത്തരത്തിലുള്ള ഈ പ്രയോഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കരിമ്പനകളിൽ കാറ്റ് പിടിച്ചു, അവിടെ ഊട്ടുദൈവങ്ങൾ സംസാരിച്ചു, കാരണവന്മാർ തന്നോട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പരമ്പരയിലേക്ക്, അല്ലെങ്കിൽ കാരണവന്മാരുടെ അന്തരിച്ചു പോയവരുടെ ആത്മാക്കളുടെ പരമ്പരയിലേക്ക് ഇങ്ങനെ ആരൊക്കെയോ നടന്നെടുക്കുന്നതിൻ്റെ ഒരു വലിയ ഗന്ധം, അതിൻ്റെ ഒരു ചലനം ഇവിടെ ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്. ഒരു മരണം ഇങ്ങനെ മൂടൽ മഞ്ഞ് പോലെ ഈ കഥയിൽ ആകമാനം ഇങ്ങനെ ഒരു പുതപ്പ് പോലെ, നേരിയ പുതപ്പ് പോലെ, ഉൾവശം കാണാവുന്ന നേരിയ പുതപ്പ് പോലെ, അതാ മൂടൽ മഞ്ഞ് എന്ന് പറഞ്ഞത്. അതുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് മരണം. അത് ആദ്യം തൊട്ട് ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ കണ്ടല്ലോ, ആദ്യത്തെ വാക്യം കണ്ടല്ലോ, കൂട്ടം നിലവിളി ഉയർന്നു എന്നുള്ള. അത് തൊട്ട് ഇങ്ങനെ ഈ കഥയിൽ ആകെ ഇങ്ങനെ കിടക്കുകയാണ്. ആ മരണം എന്ന് പറയുന്ന വളരെ വലിയ യാഥാർത്ഥ്യമാണത്. അത് വളരെയധികം വലിയ ഒരു മിഥ പോലെ ഈ കഥയിലാകമാനം കിടക്കുകയാണ്. ഇനി ഈ ആ പോക്കിൻ്റെ ദുഃഖത്തെ ഒന്നുകൂടി എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ആ തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ്, ഇങ്ങോട്ട് കഞ്ഞി മുഴുവൻ വാർത്തിട്ടില്ല. അതിരാവിലെ ധൃതിയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ പോകാനായപ്പോൾ വേഗത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് മുഴുവൻ വാർക്കാൻ പോലും കഴിയാതെ വെറുതെ ഒരു ഇലയിൽ അപ്പം തന്നെ പൊതിഞ്ഞു കെട്ടി കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു സംഗതി. ഒരു പക്ഷേ കോടച്ചി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. കോടച്ചി ഈ ചോറ് പൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം അല്ലേ. അവളുടെ കണ്ണുനീർ ഇതിൽ വീഴ്ത്തിയിരിക്കണം. ചിലപ്പോൾ അതിൻ്റെ നനവാവാം, കഞ്ഞിവെള്ളത്തിൻ്റെ ആയിക്കൊള്ളുന്നില്ല. എന്തായാലും ഈ ചോറ് നനഞ്ഞതാണ്. അപ്പോൾ ശരിയായിട്ട് ഉണങ്ങിയതല്ല, അവിടെ വളരെ ദ്രവീകരിച്ച, ദ്രാവകാവസ്ഥ എന്നൊക്കെ പറയില്ല നമ്മൾ, ദ്രവീകരിച്ച, ഹൃദയം ഇങ്ങനെ നുറുങ്ങുന്ന രീതിയിൽ ദ്രവീകരിച്ച, ഡ്രൈ അല്ല, അവിടെ ഡ്രൈ അല്ല. ഈ ചോറ് എന്ന് പറയുന്നത് ഡ്രൈ അല്ല, അതൊരു പ്രതീകമാണ്. അങ്ങനെയുള്ള ഒരു ഹൃദയവുമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഹൃദയവുമായിട്ടാണ് ഈ കോടച്ചിയും ഈ വെള്ളായ്യപ്പനും ഒക്കെ നിൽക്കുന്നത്. അവരുടെയൊക്കെ ഹൃദയം അങ്ങനെയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ മകനെ തൂക്കിക്കൊല്ലാൻ പോവുക.
അപ്പോൾ ആ മാതാപിതാക്കളുടെ ഹൃദയം പിന്നെ കഠിനമായി കല്ല് പോലെ ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാത്ത കല്ല് പോലെ ഉറച്ചതായി തീരുമോ? ഇല്ലല്ലോ. ഇങ്ങനെ അലിഞ്ഞു പോകുന്ന വെണ്ണ പോലെ ആയി അവരുടെ ഹൃദയം അത്രയും സങ്കടം നിറഞ്ഞിട്ട് ഉള്ളതായിട്ടുണ്ട് അവരുടെ. അതാണ് ആ പൊതിച്ചോറിൻ്റെ നനവ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ കണ്ണുനീരിൻ്റെ ഓതം തന്നെ നനവാണ്. അപ്പോൾ അത് തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്ന് പിടിക്കുന്നു. അത് തൻ്റെ ആ കയ്യിലേക്ക് ഇങ്ങനെ ആ നനവ് പടരുന്നുണ്ട് എന്ന് പറയുകയാണ്. തീവണ്ടി ആഫീസിലെത്താൻ ഇനിയും 4 കല്ല് നടക്കണം. കല്ല് എന്ന് പറഞ്ഞാൽ സർവേ കല്ല്, നമ്മൾ മൈൽ കുറ്റി എന്ന് പറയില്ലേ, മൈൽ സ്റ്റോൺ. അതിങ്ങനെ ഇത്ര കിലോമീറ്റർ എന്നൊക്കെ എഴുതി വെച്ചാൽ അത് അന്ന് മൈലുകളാണ്. മൈൽ എന്നാണ് പറയുക, അല്ലാതെ ഈ എന്താ പറയുക കിലോമീറ്റർ ഒന്നും തന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് 5-ാം മൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. 22-ാം മൈലുണ്ട്. നമ്മൾ മഞ്ചേരി പോകുമ്പോൾ 22-ാം മൈൽ, പിന്നെ 32-ാം മൈൽ, അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട്. ഓരോ നഗരത്തിലേക്കൊക്കെയുള്ള യാത്രയിൽ ഇതേപോലെയുള്ള മൈലുകളുണ്ടാവും. അതങ്ങനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പണ്ട് ഈ കല്ലുകൾ രാജാക്കന്മാരുടെ കാലത്ത് അടയാളങ്ങൾ വെച്ചിരുന്നത്. അതാണ് പിന്നീട് കിലോമീറ്റർ ആയത്. അപ്പോൾ 4 കല്ല് നടക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മൈലുകൾ അടയാളപ്പെടുത്തിയ 4 കല്ല് കൂടി കഴിയണം എന്നാണ്. കുറച്ച് നടന്നപ്പോൾ കുട്ടിയസ്സ മാപ്പിള. അപ്പോൾ നമുക്ക് അത് ആ ഒരു കഥാപാത്രം വരുന്നത് വരെയുള്ള കാര്യങ്ങൾ നോക്കൂ. ഇവിടെ OV വിജയൻ്റെ ഭാഷ എത്ര ശക്തമായിട്ടാണ് ഇല്ല. ചവിട്ടടിപ്പാതയ്ക്ക് ഇരുവശവും നിറഞ്ഞ കരിമ്പനകളിൽ കാറ്റ് പിടിച്ച ഒരു പ്രയോഗമാണ്. നമുക്ക് കരിമ്പനകളിൽ കാറ്റ് പിടിക്കുക, നിശ്ചലമായി നിന്നതും ഈ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് ഈ വെള്ളായപ്പൻ്റെ പോക്കിനെ, അതല്ലെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ ദുരന്തത്തെ എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത്, എത്ര ദുഃഖം ഘനീഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ കാണിക്കാൻ ആ പ്രയോഗത്തിന് കഴിയുന്നുണ്ട്. അല്ലാതെ വെള്ളായപ്പൻ്റെ ഉള്ളിൽ ദുഃഖം ഘനീഭവിച്ച് കിടന്നു എന്ന് പച്ചക്ക് എഴുതി വെച്ചാൽ അതൊരു കഥയുടെ ഭംഗി ഉണ്ടാവില്ല. അതിന് ഇവിടെ കരിമ്പനകളിൽ കാറ്റ് പിടിച്ചത് എഴുതി വെച്ചിട്ട് വെള്ളായപ്പൻ്റെ ഉള്ളിലും ഇതേപോലെയുള്ള ഘനീഭവിച്ച ദുഃഖമുണ്ട്, കരിമ്പനകളിൽ കാറ്റ് പിടിച്ചതുപോലെ. അങ്ങനെ ആണ് വെള്ളായപ്പൻ്റെ ഹൃദയത്തിൽ ഉള്ളിൽ ഇപ്പോൾ ദുഃഖം പിടിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഭാഷ പോകുന്നതിൻ്റെ ഒരു ഭംഗിയാണ്. അങ്ങനെ എല്ലാതും OV വിജയൻ്റെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ളൊരു സംഗതി തന്നെ എന്താണെന്ന് വെച്ചാൽ ഭാഷയുടെ പ്രയോഗമാണ്. അതുവരെ ഉണ്ടായിരുന്ന ഒരു ഭാഷാ പ്രയോഗ രീതിയെ മുഴുവൻ മാറ്റിമറിച്ചു. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ് OV വിജയൻ പുതിയ ഒരു പ്രസ്ഥാനം, നോവലിൻ്റെ ഒരു ഒരു ടേണിംഗ് പോയിന്റ്, ഒരു തരംതിരിവ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചുവിട്ടത് എന്ന് നമ്മൾ പഠിച്ചല്ലോ. ആധുനികത എന്ന് തുടങ്ങുന്നത് അവിടെ നിന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഇങ്ങനെയുള്ള തീവ്രമായ സംഗതികളെ, ഈ ദുഃഖത്തിനെ ഇങ്ങനെ എത്ര പാരഗ്രാഫ് എഴുതിയാലും ഈ ഒരു ഇതിൻ്റെ ഒരു ഫലം കിട്ടില്ല. ഒരു കാറ്റ് ഘനീഭവിച്ച് കിടന്നു, അതൊരു തീവ്രമായ ഒരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭാഷയുടെ സൗന്ദര്യം, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും അതുപോലെ തന്നെ കാരണവന്മാരും സംസാരിച്ചു. അവരൊക്കെ എന്താണ് ഇവരൊക്കെ ഈ ദൈവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പൂജ ചെയ്തിട്ട് പ്രീതിപ്പെടുത്തുന്നവരാണ്. അവരൊക്കെ തന്നോടൊപ്പമുണ്ട്, അവരൊക്കെ തന്നിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ തന്നോട് അവരൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ സമയത്തും ദൈവങ്ങൾ സംസാരിക്കാറില്ല അല്ലേ. പണ്ടൊക്കെ എന്താ വെച്ചാൽ ഈ കോമരങ്ങളൊക്കെ ചാടിയിട്ടേ ദൈവങ്ങളുടെ പ്രതീകമായിട്ടാണ്. അപ്പോൾ ഈ ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കോമരം ചാടിയിട്ട് ഓരോ ഭാഷയിൽ ഓരോന്ന് പറയും. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നാലും അത് ദൈവത്തിൻ്റെ ഭാഷയാണെന്നാണ് അന്നത്തെ സങ്കല്പം. അതുപോലെയൊക്കെ ഉണ്ടാവുന്ന ആ മിത്തുകളും അന്നത്തെ ആ സംഭവങ്ങളും ഒക്കെ കൂടി ചേർത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൂടിയൊക്കെ അറിയുകയാണെങ്കിൽ ഈ കഥ വളരെ മനോഹരമായിട്ട് തോന്നും. ആ കോമരങ്ങളുടെ വരവും അത് നെറ്റി ഇങ്ങനെ വെട്ടിപ്പൊളിക്കും. നെറ്റി എന്ന് പറഞ്ഞാൽ ഈ വാളുകൊണ്ട് വെട്ടിപ്പൊളിക്കും, സ്വയം നെറ്റിപ്പൊളിക്കും. അപ്പോൾ ആ ആളുകളൊക്കെ പിടിച്ചു വെച്ചിട്ട് ആ നെറ്റിയുടെ മുറിവിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്, കാരണം ഈ ദേവി കയറിയതാണെന്നാണ് പറയുക കോമരം എന്ന് പറയുന്നതിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സങ്കല്പം പണ്ടുണ്ടായിരുന്ന ആ അത്തരത്തിലുള്ള അവസ്ഥകൾ ഇതൊക്കെ കൂടി അറിയാൻ കഴിയുകയാണെങ്കിൽ, അതിനു കൂടി ഒരു പരിശ്രമം നടത്തിയാൽ ഈ കഥ വളരെ ഭംഗിയുള്ള ശക്തമായിട്ട് എത്രത്തോളം ഒരു ഭാവം ഇതിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ്. അപ്പോൾ കണ്ണുനീര് അങ്ങനെയാണ്. ഇനി കുറച്ച് നടന്നപ്പോൾ കുട്ടിയസ്സ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസ്സൻ മാപ്പിള ആദരവോടെ വഴി മാറി നിന്നു. കണ്ടോ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പോക്ക്, ഇദ്ദേഹത്തിൻ്റെ ഈ വെള്ളായപ്പൻ്റെ പോക്ക് ആ ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ ഗ്രാമത്തിൽപ്പെടുന്ന കുട്ടിയസ്സ മാപ്പിള ആദരവോടുകൂടി ഒറ്റയടിപ്പാതയോ അല്ലെങ്കിൽ കുറച്ച് മാറിയിട്ട് ഇങ്ങനെ പോകുന്ന പറമ്പിലൂടെ അങ്ങനെ പോവുകയല്ലേ. അപ്പോൾ ആ വഴിയിൽ നിന്ന് കുട്ടിയസ്സ മാപ്പിള മാറിക്കൊടുക്കുകയാണ്. പറമ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആരൊക്കെയോ ഇങ്ങനെ പോയ ആ വഴിയിലൂടെയുള്ള പുല്ലുകൾ, മുൻ തലമുറ കടന്നു പോയ ആ പുല്ലിൻ്റെ ഒരു നടവഴി മാത്രമേ ഉള്ളൂ, അപ്പുറത്തും പുറത്തൊക്കെ പുല്ലാണ്. അപ്പോൾ ഈ കടന്നു പോകുന്ന വഴിയിൽ വഴിമാറി കൊടുക്കുകയാണ് കുട്ടിയസ്സ മാപ്പിള.
വെള്ളായിയെ മാപ്പിള വിളിച്ചു. മരക്കാരെ വെള്ളായിയപ്പൻ പ്രതിവചിച്ചു, തിരിച്ചും വിളിച്ചു. അത്രമാത്രം 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായിയപ്പനും കുട്ടിച്ചമാപ്പിളയും അറിഞ്ഞു. നോക്കൂ, എന്താ ഡയലോഗ് നോക്കൂ, എന്താ പറഞ്ഞിരിക്കുന്നത്? ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ. സംഭാഷണങ്ങൾ ഒരുപാട്, പരമ്പര, മാല പോലെയുള്ള ഒരുപാട് നേരമുള്ള സംഭാഷണങ്ങൾ അതിലടങ്ങിയതായി വെള്ളായിയപ്പനും അറിഞ്ഞു, കുട്ടിച്ചമാപ്പിളയും അറിഞ്ഞു. പക്ഷെ അധികമൊന്നും പറഞ്ഞില്ല. വെള്ളായിയെ കണ്ടപ്പോൾ കുട്ടിച്ചമാപ്പിള വിളിച്ചു. മരക്കാരെന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ മുസ്ലിം വിഭാഗം എന്നുള്ള രീതിയിൽ അന്നുണ്ടായിരുന്നൊരു പേര് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ചാണ് മരക്കാരെ. ഇങ്ങനെയാണ് ഈ 2 പേരുകൾ, ഈ വാക്കുകൾ മാത്രമേ അവർ ഉരാടിയുള്ളൂ. പക്ഷെ എല്ലാം അതിലുണ്ടായിരുന്നു. വികാരങ്ങൾ വരുമ്പോൾ എന്തിനാണ് അധികം ഭാഷ? വികാരങ്ങൾ വരുമ്പോൾ ഇത്രയൊക്കെ വേണ്ടൂ. ഭാഷയുടെ എത്രമാത്രം വലിയ ശക്തമായ ആവിഷ്കാരമാണ് ഇവിടെ നടക്കുന്നത് നോക്കൂ. ഇതൊക്കെ ഇതിനോട് കൂട്ടി വായിക്കണം നമ്മൾ. ഭാഷയുടെ അതിശക്തമായ ആവിഷ്കാരം നമ്മളിവിടെ കാണുന്നുണ്ട്. എന്താണ് ആ കാണുന്ന ആവിഷ്കാരം? ഈ വാക്കുകൾ മാത്രമേ അവർ ഉച്ചരിച്ചുള്ളൂ. പക്ഷേ വികാരം കൊണ്ട് മറ്റൊന്നും പറയാൻ സാധിക്കാത്തതിനാലാകാം, അങ്ങനെയുമാകാം. CV രാമൻപിള്ളയുടെ ധർമ്മരാജ എന്ന് പറയുന്ന വലിയൊരു ചരിത്രാഖ്യായികയുണ്ട്, നോവല്. അവിടെ ഈ ടിപ്പു സുൽത്താൻ്റെ വരവിനെ, ടിപ്പു സുൽത്താൻ ആക്രമിക്കാൻ വരുമ്പോൾ തിരുവിതാംകൂർ രാജ്യത്ത് നിന്ന് ദിവാൻ കേശവപിള്ള മന്ത്രി, അദ്ദേഹം യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ ധർമ്മരാജാവ് യുദ്ധത്തിന് അനുഗ്രഹിച്ച് അയക്കാൻ വേണ്ടിയിട്ട് ദിവാനെ കാത്തു നിൽക്കുക, രാജാവ് കാത്തു നിൽക്കുക മന്ത്രിയെ. അപ്പോൾ മന്ത്രി ഇങ്ങനെ വാളൊക്കെ പരിവാര സമേതം പോകുന്നതിന് വേണ്ടിയിട്ട് പടസജ്ജമാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ രാജാവ് ഇങ്ങനെ വികാരം കൊണ്ട്, തൻ്റെ മന്ത്രിയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? മരണവക്ത്രത്തിലേക്കാണ് പോകുന്നത്. എന്തും സംഭവിക്കാം, യുദ്ധത്തിനാണ് പോകുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഈ മന്ത്രി പോവുകയാണ്, രാജാവിൻ്റെ മന്ത്രി, മുഖ്യമന്ത്രി, അതാണ് ദിവാൻ കേശവപിള്ള, അദ്ദേഹം പോവുകയാണ്. അങ്ങനെ കണ്ടു. അങ്ങനെ ദിവാൻ കേശവപിള്ള അവിടുന്ന് ഇങ്ങനെ വരികയാണ്. രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ദിവാൻ കേശവപിള്ള അങ്ങനെ രാജാവിനെ കണ്ടതും അദ്ദേഹത്തിന് വികാരം അടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അടുത്തേക്ക് വരികയാണ്. ഒന്നും പറയാൻ കിട്ടുന്നില്ല. പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞപ്പോൾ തുളുമ്പിപ്പോവും, കരഞ്ഞു പോകും രണ്ടുപേരും. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മഹാരാജാവ് വിളിച്ചു, കേശവ. അധികം എന്തെങ്കിലും പറഞ്ഞാൽ കരഞ്ഞു പോവും. കേശവപിള്ള മറുപടി കൊടുത്തു, അടിയൻ. ഇത്രേ ഉള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അവർ കരഞ്ഞു പോവും. എത്ര ഭംഗിയായിട്ടാണ് CV രാമൻപിള്ള അവിടെ എഴുതി വെച്ചതെന്നറിയോ? എല്ലാം അതിലുണ്ട്. നിങ്ങൾ പോകണം, യുദ്ധത്തിന് പോകണം, നിങ്ങൾ ജയിച്ചു വരട്ടെ, നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നു, ഇതൊന്നും വേണ്ടാന്നേ. ഈ 2 വാക്കുകൾ മതി, എല്ലാം അതിലുണ്ട് കൃത്യം. അതുപോലെ 2 വാക്കുകൾ. ഇതൊക്കെ എഴുത്തുകാരൻ്റെ തൂലികയുടെ ശക്തിയാണ് മക്കളെ. എഴുത്തുകാരൻ്റെ തൂലികയുടെ ശക്തി അത്. വെള്ളായിയെ, മരക്കാരെ, ഇത്രേ വേണ്ടു, എല്ലാം അതിലുണ്ട്. ഒരു സംഭാഷണ പരമ്പര തന്നെ ആ വാക്കുകളിൽ ഇങ്ങനെ ഉണ്ട് എന്നാണ്. അധികമൊന്നും പറയണ്ട, ഇത്രയേ വേണ്ടൂ. അതാണ് വിഷയം. പറയേണ്ടതേ പറയണ്ടു. ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട്, ചിലപ്പോൾ ഒരു കുത്തുകൊണ്ട്, ഒരു കോമ കൊണ്ട് എല്ലാം ശരിയാവും. അത്രയേ വേണ്ടൂ. ഒരു മൂളൽ കൊണ്ട് എല്ലാം ശരിയാവും. അല്ലേ? നന്നായിട്ടുണ്ട്. ഞാൻ നാളെ പണ്ട് സാന്ദർഭികമായി പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നുകൂടി ഓർക്കുക. ഒരാളൊരു ചിത്രം വരച്ചിട്ട് അതിലേക്ക് ഒരാൾ നോക്കിയിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് എന്നർത്ഥം. വേറൊരാളോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്? അയാളൊന്ന് മൂളിയതിൻ്റെ ടോണൊന്ന് മാറി, കുഴപ്പമില്ല എന്നർത്ഥം. അല്ലേ ചോക്കൂ? അവനും അവളും കൂടി ഇങ്ങനെ സംസാരിച്ച് നിന്നപ്പോൾ ഒരാൾ അടുത്ത് കൂടി പോയി. അപ്പോൾ പറഞ്ഞു, ഒക്കെ എന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ എന്തെല്ലാം അർത്ഥങ്ങളാ വ്യത്യാസം വന്നതെന്ന് ആലോചിച്ചു. ഇത്രയും വേണ്ടു. ഒരു കുത്തിലടുത്ത് കുത്ത്, കോമ വേണ്ടടുത്ത് കോമ, ഒരു വാക്ക് വേണ്ടടുത്ത് വാക്ക്, പാരഗ്രാഫ് വേണ്ട. വെള്ളായിയെ, മരക്കാരെ വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള സമ്പന്നമായ സംഭാഷണ പരമ്പരകൾ അതിലെല്ലാം ഉണ്ട് എന്ന് കുട്ടിയസമാപ്പിളയും മനസ്സിലാക്കി, വെള്ളായിയപ്പനും മനസ്സിലാക്കി. ഇങ്ങനെ ഈ 2 വാക്കുകൾക്കിടയിലുള്ള പൂരിപ്പിക്കുന്നത് എന്താണോ അതാണ് അതിൻ്റെ പാരഗ്രാഫ്. മനസ്സിലാവുന്നുണ്ടോ? 2 വാക്കേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള മൗനം മനസ്സിലാക്കണം നമ്മൾ. ഈ 2 വാക്കുകൾക്കിടയിലുള്ള മൗനം. കുട്ടിസമാപ്പിള വിളിച്ചു, വെള്ളായിയെ, പിന്നെ ഒന്നും പറഞ്ഞില്ല, ഒരു മൗനം. മരക്കാറേ, അത്രയേ ഉള്ളൂ, പിന്നൊരു മൗനം.
ഇങ്ങനെയുണ്ടാകുന്ന ഇതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന ഈ മൗനങ്ങളാണ് ഈ കഥയിലെ ഭാഷയെ സമ്പുഷ്ടമാക്കുന്നത്, ഈ കഥയുടെ ഭാഷയെ ഭംഗിയാക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിനിടയ്ക്കുണ്ടാകുന്ന ഈ മൗനങ്ങൾ. ചിലപ്പോൾ ഭാഷ തന്നെയല്ല, ഇനി കുറച്ച് നോക്കൂ, ഒ.വി. വിജയൻ എന്ന മഹാമസ്മരിക വിദ്യ അറിയുന്ന കഥയുടെ തമ്പുരാൻ്റെ കളികളാണിതൊക്കെ. അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. രണ്ട് വാക്ക്, അതിൻ്റെ ഇടയ്ക്കുണ്ടാവുന്ന മൗനം, ആ മൗനത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. വെള്ളായിയേ എന്ന് വിളിച്ചപ്പോൾ വെള്ളായി എന്തിനാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എല്ലാം അതിലില്ലേ, എല്ലാം അതിലുണ്ട്. അവന് വേണ്ട എല്ലാ യാത്രാനുഗ്രഹങ്ങളും അതിലുണ്ട്. നന്നായി വരട്ടെ, പോയി വരൂ, ഒക്കെ അതിലുണ്ട്. മരക്കാരെ ഞാൻ പോയി വരട്ടെ, അതിലുണ്ട്. ഒന്നും അധികം പറയേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഷയുടെ സൗന്ദര്യമാണ് ഈ കഥയെ മുന്നോട്ട് നീക്കുന്നത്. വളരെ കുറച്ച് ഭാഗമായിട്ടുള്ളൂ, പക്ഷേ മിനിറ്റുകൾ കൂടി വരുന്നു. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം. ശരി.